കേസ് നടത്തി വിജയിച്ച ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം കവാടത്തിൽ വഴിയോര കച്ചവടം നടത്തുന്ന സുകുമാരി അമ്മയുടെ കഥ. ലോട്ടറി കച്ചവടക്കാരൻ കണ്ണൻ സുകുമാരി അമ്മയ്ക്ക് മകനെ പോലെയായിരുന്നു. പക്ഷേ ഒരു നിർഭാഗ്യ നിമിഷത്തിൽ ആ വിശ്വാസം കണ്ണൻ തിരിച്ചു പാലിച്ചില്ല. ടിക്കറ്റ് എടുത്തിട്ട് 500 രൂപ പ്രൈസേ ഉള്ളെന്ന് പറഞ്ഞ് കണ്ണൻ എടുത്തോണ്ട് പോയിട്ട് പാളയത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെ മീശത്തൊരാളെടുത്ത ടിക്കറ്റാണ്, അവർ പൈസ തരാത്തോണ്ട് ഞാൻ എടുത്തോണ്ട് വന്നു, അവർ കൂടി അടിച്ചെന്ന് പറഞ്ഞു ഒപ്പിട്ട് അവന്റെ ബാങ്കിൽ കൊടുത്തു. എന്നിട്ടും ഈ അമ്മ പതറിയില്ല. പോലീസിന്റെ സഹായത്തോടെ ലോട്ടറി തിരിച്ചു കിട്ടി. കേസ് നടത്തി. സമ്മാനത്തുക കയ്യിലെത്തി. സൗഭാഗ്യം കൈവന്ന ജീവിതം തിരിച്ചു പിടിക്കാൻ തന്നെ തീരുമാനിച്ചു, ആരോടും പിണങ്ങാതെ തന്നെ. 1 വർഷം മുൻപ് നടന്ന സംഭവം പറഞ്ഞിരിക്കെ ലോട്ടറി ടിക്കറ്റുമായി ഒരാൾ സുകുമാരി അമ്മയുടെ മുന്നിലെത്തി. ഇതാണ് ലോട്ടറി കച്ചവടക്കാരൻ കണ്ണൻ. അന്ന് 1 കോടി രൂപ സമ്മാനമടിച്ച ലോട്ടറി തട്ടിയെടുത്ത അതേ കണ്ണൻ. സാധാരണ വഞ്ചിക്കപ്പെടുന്നവർ ചതിച്ചയാളുമായി ശത്രുതയിലാകുന്നതാണ് പതിവ്. പക്ഷെ ഇവിടെ സുകുമാരി അമ്മ ലോട്ടറി തട്ടിയെടുത്ത കണ്ണന് 13 ലക്ഷം രൂപ നൽകുകയാണ് ചെയ്തത്. മാത്രമല്ല ഇപ്പോഴും കണ്ണന്റെ കയ്യിൽ നിന്ന് സുകുമാരി അമ്മ ലോട്ടറി എടുക്കും. ഒരു ശത്രുതയില്ല, എനിക്ക് അന്നുമില്ല ശത്രുത. ഞാൻ എൻ്റെ അറിവിലാഴുമ്പോണ്ട് അന്നേരം അങ്ങനെ സംഭവിച്ചു. സമ്മാനം കിട്ടിയ തുക 13 ലക്ഷം കണ്ണന് കൊടുത്തു. അതിന്റെ ബാക്കി കൊണ്ട് ഞാൻ വീടും സ്ഥലവും വാങ്ങിച്ചു. കണ്ണന്റെ വിശ്വാസവഞ്ചന മറ്റൊരാളുടെ പ്രേരണയിലാണെന്ന് സുകുമാരി അമ്മയ്ക്ക് ബോധ്യമാണ്. കണ്ണനും താൻ അന്ന് ഒരു പാവപ്പെട്ട അമ്മയോട് ചെയ്ത ചതി ഒരു പാഠമാണ്. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ലെന്ന് ആണയിടുകയാണ്. ഇനി അങ്ങനെ ആവർത്തിക്കൂ? ഇല്ല. പിന്നെ ഈ അമ്മയടുത്ത് മാപ്പ് പറഞ്ഞു. വക്കീല് ചോദിച്ചു അവനെ ജയിലിലാക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട, ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കും. പാവല്ലേ. ഈ വിദ്വേഷമില്ലായ്മ തന്നെയാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് സമൂഹത്തിന് ഒരുപാട് പഠിക്കാനുമുണ്ട്.